ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് യുവർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് സിയാറത്ത് ചെയ്യാനാണ്. കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. മുക്കം ഉസ്താദിൻ്റെ വീട്ടിലേക്കും അതുപോലെ മടവൂര്, മമ്പുറം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. 17 സീറ്റുള്ള ഒരു ട്രാവലറാണ് ഞങ്ങൾ വിളിച്ചിരിക്കുന്നത്. അതിൽ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ സിയാറത്തിന് പോകുന്നത്. കോഴിക്കോട്ടേക്ക് പോകുന്ന കുറച്ച് റോഡും പ്രകൃതി ഭംഗിയും ഒക്കെ ഒന്ന് നമുക്ക് കുറച്ച് നേരം ആസ്വദിക്കാൻ അവിടെ എത്തുന്നത് വരെ. കാലിക്കറ്റിലേക്ക് പോകുന്ന റോഡൊക്കെ ഇപ്പോൾ കുറേ കാലമായി ഞാൻ കണ്ടിട്ട്. റോഡൊക്കെ നല്ല അടിപൊളി സൂപ്പർ റോഡായിട്ടുണ്ട്. നല്ല ഹൈവേ റോഡ്, സൂപ്പർ 6 വരിപ്പാതയും 4 വരിപ്പാതയും ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. കോഴിക്കോട്ടേക്കുള്ള റോഡും പാലവും കാര്യങ്ങളൊക്കെ കാണാൻ. ഫസ്റ്റ് ഞങ്ങൾ മുക്കത്തേക്കാണ് എത്തിയത്. മുക്കത്തെ വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല, അത് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് നേരം വെളുക്കുമ്പോഴാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് മിച്ചറും കട്ടൻ ചായയുമാണ് കിട്ടിയത്, ചീനിയായിട്ട്. അപ്പോൾ മിച്ചറും കട്ടൻ ചായയൊക്കെ കുടിച്ച് ദുആ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പോയത് മടവൂരിലേക്കാണ്. ഒഴുകുന്ന വെള്ളം പോലെയാണ് യാത്ര ചെയ്യുന്നവരുടെ ഹൃദയം എന്ന് ഞാനൊരു ടോക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് സത്യം തന്നെയാണ്. കാരണം നമ്മുടെ മനസ്സ് അത്രയും നമുക്ക് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളതൊക്കെ നമ്മൾ ആ യാത്രയിലൂടെ മറന്ന് നമ്മൾ വേറൊരു ലോകത്ത് ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ അത്രയും ടെൻഷനൊക്കെ ഒന്ന് നമുക്ക് മാറിക്കിട്ടാനൊക്കെ യാത്ര നല്ലൊരിതാണ്. കെട്ടി നിൽക്കുന്ന വെള്ളം പോലെയാണ് യാത്ര ചെയ്യാത്തവരുടെ ഹൃദയം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ വെറുതെ ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മമ്പർത്തത്തെ നേർച്ചയുടെ അന്നാണ് ഞങ്ങൾ പോകുന്നത് സിയാറത്തിന്. അപ്പോൾ മമ്പർത്തത്തെ നേർച്ചയുടെ ബോർഡ് ഇങ്ങനെയൊക്കെ എല്ലായിടത്തും ഇങ്ങനെ പച്ച നിറത്തിൽ ഇതേമാതിരി ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഹായ്. നമ്മൾ മമ്പർത്തെ നേർച്ചയുടെ അന്ന് തന്നെയല്ലേ ഞങ്ങൾ നേർച്ച ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞങ്ങൾ വീട്ടിൽ നിന്നും സിയാറത്തിന് പുറപ്പെട്ടത്. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് മമ്പർത്തെ നേർച്ചയാണ് ഇന്ന് എന്നുള്ളത്.
ഞങ്ങൾക്ക് സിയാർത്ത് പോകാൻ വേണ്ടി ചിലവായ പൈസയുടെ കൂട്ടമാണ് ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞങ്ങൾക്ക് ചെറുതുരുത്തിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകാൻ സിയാർത്തിന് വേണ്ടിയിട്ട് 17 സീറ്റുള്ള ട്രാവലറിന് 6500 രൂപയാണ് ട്രാവലറിൻ്റെ ഫീ വന്നത്, ചാർജ് വന്നത്. അത് പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്നും ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ 5 കിലോ ബിരിയാണി അരിയും അതുപോലെ 2, 3, 4, 5 കിലോ കോഴിയും മേടിച്ച് അത് ബിരിയാണി വെച്ചിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോയത്. അതിന് ബിരിയാണി വെക്കാൻ വേണ്ടി ഞങ്ങൾക്ക് 1600 രൂപയോളാണ് ക്യാഷ് വന്നത്. അങ്ങനെ മൊത്തം 6500ഉം 1600 രൂപയാണ് ഞങ്ങൾക്ക് ഇതിന് പോകാൻ വേണ്ടി ചിലവ് വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ മടവൂരത്തെ സിയാർത്തൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുന്നതാണ് ഞങ്ങളെ കാണിക്കുന്നത്. ഞങ്ങൾ മടവൂര് സിയാർത്തിൻ്റെ ചെന്നപ്പോൾ അവിടെ ദുആയുടെ സമയത്താണ് എത്തിയത്. ഞങ്ങൾക്ക് നല്ല നല്ല സമയങ്ങളാണ് എല്ലാ സിയാറത്തിൻ്റെ സ്ഥലത്ത് പോയപ്പോഴും കിട്ടിയത്. അതിൽ മടവൂരത്തെ സിയാർത്തിൽ ദുആയിലൊക്കെ നല്ല എല്ലാ ഇതിലും പങ്കുകൊള്ളാൻ ഞങ്ങൾക്ക് പറ്റി. لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره نكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القرآن الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما وهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جنود محضرون